ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളൊന്നുമില്ല. പക്ഷേ മോൻ കളരിക്ക് പോകുന്നുണ്ട്. അവന് കളരിക്ക് പോകാൻ വേണ്ടിയിട്ട് എണീക്കും എന്ന് വിളിച്ചെണീപ്പിക്കലാണ് ആദ്യത്തെ പണി. അവൻ എണീറ്റ് കളരിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങണം. അപ്പം സ്കൂളില്ലാത്ത ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കർട്ടനൊക്കെ തുറന്നിടുക, പുതപ്പൊക്കെ മടക്കി വെക്കുക, ഇതൊക്കെയാണ് ചെയ്യുക. പുതപ്പൊക്കെ മടക്കി കഴിഞ്ഞാൽ പിന്നെ വാവേനെ കുറച്ച് നേരം കളിപ്പിക്കുക. ആദ്യം നേരം കളിക്കൊന്നുമില്ല, അപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങും. അങ്ങനെ പാല് കൊടുക്കുകയാണ് പിന്നെ അടുത്ത കാര്യം. പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മോനെ പല്ലിയിപ്പിക്കുക. അവനെ പല്ലിയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പല്ലിയിക്കും. പല്ലിയിപ്പും ഫേസ് വാഷും ഉണ്ട്, മുഖം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാൻ. ഈ ടൈമിൽ വാവ ഉറങ്ങിയില്ലെങ്കിൽ ഏട്ടൻ വാവേനെ ഉറക്കാൻ നോക്കുമായിരിക്കും. മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കള ഡ്യൂട്ടി തുടങ്ങുകയായി. ഇന്ന് രാവിലത്തേക്ക് കടലക്കറിയും ഉച്ചത്തേക്ക് മുതിരേൻ്റെ കറിയുമാണ് വെക്കാൻ പോകുന്നത്. രണ്ടും സാധാരണ പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക, വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവാൻ വയ്ക്കുക. മടഞ്ഞിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഉരുട്ടി കെട്ടിയാലേ നമുക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ സമാധാനം ഉണ്ടാവുള്ളൂ. അത് രണ്ടും അടുപ്പത്ത് വെച്ച് ആവുന്ന സമയം കൊണ്ട് പിട്ടിന് കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടി മാത്രമേ വേണ്ടൂ. അപ്പം ലേശം പിട്ടുകൂടി എടുക്കുക, അതിലേക്ക് ഉപ്പിട്ടു. ചൂടുവെള്ളം തളിച്ചാണ് ഞാൻ പിട്ടിന് കുഴയ്ക്കാറുള്ളത്. എപ്പോഴത്തെ പോലെ തന്നെ ഉപ്പ് ഇട്ടു, ചൂടുവെള്ളം തളിച്ച് പിട്ടും കുഴയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുക്കറിലെ വിസിൽ വന്നു. അങ്ങനെ അത് വാങ്ങി വെച്ചിട്ട് പിട്ടിനുള്ളത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചു. പുട്ടാവുന്ന സമയം കൊണ്ട് കടലക്കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് എടുത്ത് വെക്കലാണ് അടുത്ത പരിപാടി. എപ്പോഴൊന്നും ഇത് ചേർക്കാറില്ല, സമയത്തിനനുസരിച്ച് ചെയ്യാറുള്ളൂ. ഇന്ന് പിന്നെ സ്കൂളില്ലാലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടെ ചേർത്ത് കടലക്കറി ആക്കാമെന്ന്. സവാളിനെയും വെളുത്തുള്ളിനെയും പണി കഴിഞ്ഞപ്പോഴേക്കും പിട്ടായി. പിട്ട് അതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങ ചിരവാൻ പോയി. ഒരു ഊറ്റിപ്പിട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ആദ്യം ചിരവിയതുണ്ടായിരുന്നു. അത് തീർന്നപ്പം വേറൊരു തേങ്ങയും കൂടെ ഞാൻ ചിരവി വെച്ചു. ചിരവുന്ന സമയത്ത് ഞാൻ ഒന്നിച്ച് തേങ്ങ അങ്ങ് ചിരവി വെക്കുകയാണ് ചെയ്യൽ. ഒരു തേങ്ങ മുഴുവൻ ചിരവി കഴിഞ്ഞിട്ട് അത് ആ നീലപ്പാത്രത്തിലാക്കി വെക്കും. അത് തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തേങ്ങ ഫുള്ള് ചിരവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. തേങ്ങ ആദ്യം ഒരു ചിരവുന്ന സമയത്ത് ഒരു തേങ്ങ മൊത്തമായിട്ട് ചിരവി വയ്ക്കും. അങ്ങനെ തേങ്ങ അരവി കഴിഞ്ഞപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും വാട്ടലാണ് അടുത്ത പണി. ആദ്യം തന്നെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് ചുമക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. വെളുത്തുള്ളി ചുവന്ന സമയത്ത് സവാള അതിലേക്ക് ചേർക്കും. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പിടും. ഉള്ളി അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കണം. മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇത് മൂന്നും ചേർത്തിട്ട് ഇളക്കണം. ഈ മസാലപ്പൊടികൾക്ക് അതിനായിട്ട് നല്ലോണം ചേരണം. എന്നിട്ട് അധിക നേരം ഇളക്കാൻ പാടില്ല, ഈ പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ പൊടീൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഓഫാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കടല വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ചേർക്കാം. ഇപ്പം തന്നെ തക്കാളി ഇടേണ്ടതാണ്, പക്ഷേ തക്കാളി തീർന്നു പോയി. അതുകൊണ്ട് കറിവേപ്പില മാത്രമാണ് ഇന്ന് ഇടുന്നത്. കറിവേപ്പില പറിക്കാൻ മടിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് തേങ്ങ അരച്ച് കൊടുക്കും, പക്ഷേ ഇന്ന് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിൽ കടുകും മുളകും വറുത്തിടുക, കൂടുതൽ ചെറിയ ഉള്ളിയും കൂടെ വറുത്തിടുക. പുട്ടും കറിയായപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ടാക്കാൻ ബാക്കി പണിയെന്ന് വിചാരിച്ച് ചായ വെച്ചു. മോൾ ഉറങ്ങുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. അവൾ ഉണർന്നു നിൽക്കുന്നതായതുകൊണ്ട് ഏട്ടൻ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ട് കഴിച്ചത്. പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളരി പഠിപ്പിക്കുന്ന ആൾ കളരി കളിക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. അപ്പോൾ പിന്നെ അതും കൂടി ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. ആൾ സാധാരണ ഒരു കട്ടനെങ്കിലും കുടിച്ചിട്ടാണ് പോകാറുള്ളത്. ഇന്ന് എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അതും കുടിച്ചില്ല. അത്യാവശ്യം നല്ല ടയേർഡായി വരുന്നതുകൊണ്ടാണ് ക്യാമറ കണ്ടിട്ട് ഒരു മൈൻഡില്ലാത്തത്. അവൻ വന്ന് അവനെ കുളിപ്പിച്ച് പിന്നെ കൂട്ടാനുള്ള തേങ്ങ അരയ്ക്കാനുണ്ടായിരുന്നു. കഷ്ണം രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കടലേൻ്റെ കൂടെ. അപ്പോൾ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് ചേർത്തു. അത് കഴിഞ്ഞ് ഉപ്പേരിക്കുള്ള ബീറ്റ്റൂട്ട് ഉരയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഉപ്പേരിക്കുള്ള ബീറ്റ്റൂട്ട് ഉരക്കൽ കഴിഞ്ഞ് പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കുക, മുളകിടുക, കറിവേപ്പില ഇടുക. എന്നിട്ട് ബീറ്റ്റൂട്ട് നമ്മൾ അതിലേക്ക് ഇടുക. അധികവും പച്ചക്കറിയൊക്കെ ആദ്യമേ നുറുക്കി വെക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും സാധാരണ പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കൊന്നും തലേ ദിവസം നുറുക്കി വെക്കാൻ പറ്റിയില്ല. ടൈം കിട്ടിയാൽ ഞാൻ കൂട്ടാൻ ഉപ്പേരിക്കുള്ളതൊക്കെ തലേന്നേരം നുറുക്കി വെക്കും.
ഇതിപ്പോൾ ഒന്നും തലേന്ന് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, കഷ്ണം നുറുക്കലും തേങ്ങ ചിരവലൊന്നും. അപ്പം കഷ്ണം നുറുക്കലും തേങ്ങ ചിരവലും വീഡിയോ എടുക്കലും എല്ലാം കാരണം ഇന്ന് മൊത്തത്തിൽ എല്ലാ പരിപാടിയും ലേറ്റായി. ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അരി കഴുകാൻ പോയി. കുക്കറിലാണ് ചോറ് വയ്ക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾക്കുള്ള അരി കുക്കറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഷ്ണം കുറച്ച് നുറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ആവശ്യം കഴിഞ്ഞു. ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നു, വെള്ളരിക്ക മാത്രം കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളത്തേക്കോ മറ്റന്നാളത്തേക്കൊക്കെ ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പേരി ആവുന്ന സമയം കൊണ്ട് വെള്ളരിക്ക നുറുക്കി ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അടുത്ത പണി അരി അരയ്ക്കാനാണ്. അരി അരയ്ക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇടയ്ക്ക് രാവിലെ അരയ്ക്കും, ഇടയ്ക്ക് രാത്രി അരയ്ക്കും. ഞാൻ അരി അരയ്ക്കുമ്പം ഏട്ടൻ മോളെ കുളിപ്പിക്കുകയായിരുന്നു. എനിക്ക് മോളെ കുളിപ്പിക്കാൻ പേടിയാണ്. ഏട്ടൻ തന്നെയാണ് എല്ലാ ദിവസവും അവനെ കുളിപ്പിക്കൽ. ഏട്ടൻ കുളിപ്പിച്ചിട്ട് എൻ്റെ കൈ തരും. ഞാൻ എന്നിട്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് കൊടുക്കും, ഡയപ്പർ റാഷ് ക്രീം തേക്കും, എന്നിട്ടൊക്കെയാണ് പാമ്പേഴ്സ് ഇടുക. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്ത് പാമ്പേഴ്സ് ഇടിച്ച് ഡ്രസ്സ് ഇടിച്ച് പിന്നെ അതിന് പാലും കൊടുത്തിട്ട് ഉറക്കും. പിന്നെ കണ്ണ് എഴുതിക്കലും പൊട്ടുകൊടലൊന്നും ദിവസവും ചെയ്യാറില്ല. കണ്ണ് തീരെ എഴുതിക്കലില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് പെരുകി എഴുതി പൊട്ടുകൊട്ട് കൊടുക്കും. പാല് കുടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങുമെന്ന് വിചാരിക്കും. സാധാരണ കുട്ടികൾ അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുളിയും കഴിഞ്ഞാൽ പാല് കുടിയും കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് കളി. അവളാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല, അവിടെ കിടന്ന് കളിക്കുക ചെയ്യുന്നത്. അപ്പം കളിക്കുന്ന അവളെ ഏട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വന്നു. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. ഇതൊക്കെ എല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യമാണെന്ന് അറിയാം, പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഇതൊക്കെ പെടുമല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കി. ഇത്രയും പണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ, അധികവും രാവിലെ കുളിക്കാറുണ്ട്. ചില ദിവസം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. എൻ്റെ കുളി കഴിഞ്ഞപ്പോഴേക്കും മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ നോക്കാനും പോയി. അച്ഛനും മോനും കൂടെ ഊണ് കഴിക്കാനിരിക്കുകയും ചെയ്തു. പിന്നെ അവർ ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഏട്ടൻ മോൻ്റെ നഖമൊക്കെ മുറിച്ച് അത് കഴിഞ്ഞ് അവർ മുടി മുറിക്കാൻ വേണ്ടി പോയി. കിച്ചടേക്കാ പോന്നേ? ടാറ്റാ. അങ്ങനെ അച്ഛനും മോനും കൂടെ മുടി മുറിക്കാൻ പോയപ്പോൾ ഞാൻ മോളെ എടുത്തുകൊണ്ട് അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ച് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട സമയത്ത് അവൻ ഇങ്ങനെയൊക്കെ പോസൊക്കെ ചെയ്തു. പിന്നെ അവർ വരുമ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. മുടി മുറിച്ച് വന്നാൽ തലയൊക്കെ കുളിക്കാറുണ്ട്, പക്ഷേ അതിനൊന്നുമുള്ള ക്ഷമയുണ്ടായില്ല. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് കുളിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ആ ടൈമിൽ മോൾ ഉറങ്ങുമായിരുന്നു. സന്ധ്യയപ്പോൾ ഞാൻ പോയി മേലൊക്കെ കഴുകി അത് കഴിഞ്ഞ് ചായ വയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഏട്ടൻ ചായ കുടിക്കാറില്ല, എനിക്ക് മോന് മാത്രമേ ചായ വേണ്ടൂ. അങ്ങനെ ചായയൊക്കെ വെച്ചു. 2026 മുതൽ ഞാൻ ചായ കൂടെ നിർത്തും എന്നൊക്കെ വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പൊതുവെ എനിക്ക് ചായയോട് അത്ര വലിയൊരു അഡിക്ഷനൊന്നുമില്ല, പക്ഷേ ഈ വർഷം നിർത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ചായ ഒഴിവാക്കാൻ പറ്റുന്നില്ല. രാവിലെ അല്ലെ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം എനിക്ക് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം കുടിച്ചില്ല എന്ന് വെച്ചിട്ട് തലവേദന എടുക്കുകയോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അത് കുടിച്ചാൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ വേണം അവനെ പഠിപ്പിക്കാനിരുന്നു. രാത്രിത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഉറക്കഭ്രാന്തായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഹോംവർക്കൊക്കെ ചെയ്ത് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അവന് പഠിപ്പിക്കൽ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആറിടാൻ പോയത്. കുറേ നേരമായി വാഷിംഗ് മെഷീനിൽ അത് തിരുമ്പലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു, പക്ഷേ ഇപ്പോഴാണ് ആറിടാൻ സമയം കിട്ടിയത്. അങ്ങനെ ആറിടലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇരുടായി. അടിച്ചു വാരലാണ് പിന്നത്തെ പണി. ശരിക്കും പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ഇത്രയും പണികൾ ഒന്നിച്ച് ചെയ്യുന്നത്, അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഒന്നിച്ച് ഞാൻ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. സാധാരണ ഏട്ടനാണ് പകുതി പണിയും ചെയ്യുക, രണ്ടാളും കൂടെ പകുതി ചെയ്തുകൊണ്ട് വലിയ പണി അറിയുന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഏട്ടനൊന്നും മുമ്പിലേക്ക് വരുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, ഈ പണികളൊന്നും ഇപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നതുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തു. അവൻ്റെ സ്റ്റഡി ടേബിളാണത്. സ്റ്റഡി ടേബിൾ എന്ന് പേര് പറഞ്ഞാലും ഞങ്ങൾ കോലാൽ എത്തിപ്പടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഹോംവർക്കൊക്കെ ചെയ്യാറ്. ഇതിപ്പോൾ അവിടെ അവൻ്റെ ബുക്കും സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ടേബിൾ, അത്രയേ ഉള്ളൂ. ഈ കാണുന്ന തെർമോക്കോളൊക്കെ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ തെർമോക്കോളാണ്. അതൊന്നും കളയാൻ അവൻ സമ്മതിച്ചില്ല. ഇപ്പോൾ 2 ദിവസം അവിടെ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വെച്ചാൽ ശരിയാവില്ല എന്നറിയുന്നതുകൊണ്ട് ഞാനതെടുത്ത് കളഞ്ഞു. അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ ദോശ ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടു. വീഡിയോ എടുക്കുന്നത് തരില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ജസ്റ്റ് ഏട്ടൻ ദോശ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തതാണ്. കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം കഴിച്ചില്ല എന്നാക്കിയിട്ട് കിടക്കാതിരിക്കാൻ വന്നു. ജസ്റ്റ് ഒരു ചെറിയ മയക്കം, അത്രേ ഇപ്പോൾ ഒക്കെ ഉണ്ടാവുള്ളൂ.
അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം എടുത്ത് നടക്കണം, പാൽ കൊടുക്കുക, പിന്നെ എടുത്ത് നടക്കുക, പിന്നെയും പാൽ കൊടുക്കുക. ഇങ്ങനെ പോയി ഒരു മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഉറക്കം. ഈ നെറ്റ് ബെഡ് അത്യാവശ്യം നീളമുള്ളത് വാങ്ങിയത് കൊണ്ട് നല്ല ഉപകാരമാണ്. കൊതുകും ഈച്ചയൊക്കെ ആണെങ്കിൽ അത് വരികയില്ല. പിന്നെ കുട്ടികൾ വേഗം വലുതാവുമല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നീളമുള്ളത് വാങ്ങിയത് ഭയങ്കര യൂസ്ഫുള്ളാണ്. വിരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഒരാൾ നല്ല ഉറക്കം, മറ്റേ നല്ല കളി. അതല്ലെങ്കിൽ ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. അവൻ നല്ലോണം ഉറങ്ങിക്കോളും, കിടക്കേണ്ട താമസം ഉറങ്ങും. ആ സ്ഥാനത്ത് അവൾ ഉറങ്ങേണ്ട ടൈമിൽ ഉറങ്ങുകയില്ല. അതുകൊണ്ട് കുറച്ച് നേരം അവളെ കളിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. എടുത്ത് നടന്നു നോക്കി. കുറച്ച് നേരം എടുത്ത് നടക്കും, അത് കഴിഞ്ഞാൽ ഒന്ന് പാല് കൊടുത്ത് നോക്കും, പിന്നെ എടുത്ത് നടക്കും. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് നേരം എടുത്ത് നടന്നിട്ട് പിന്നെ ബാക്കി ഏട്ടനെ എടുത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. 2 ആളും കൂടെ ഒന്നിച്ചാണ് ഉറക്കൊഴിയാറുള്ളത്. പാവ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ 2 ആളും ഉറങ്ങാറുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും പോവുക. രാവിലെ അവൾ ആണ് ഞങ്ങൾ അലാറം. അവൾ എണീക്കുന്ന സമയത്ത് ഞങ്ങൾ എഴുന്നേക്കും, 2 ആളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും. പക്ഷേ ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മോൾ ഉറങ്ങുന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ മോൾ നോക്കും, മറ്റേ ആൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഓരോ ദിവസവും പോന്നു. രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം ആക്കി വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുളിക്കലും അലക്കലും ആറിയിടലും അങ്ങനെ ഓരോന്ന് കഴിയും. ഉറക്കത്തിന് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. കുളി കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങും. ചില ദിവസം മാത്രം കുറച്ച് നല്ലോണം ഉറങ്ങും. അധികവും ഒരു പൂച്ച ഉറക്കമാണ് ഉണ്ടാവുക. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ തന്നെ ചായ കുടിക്കുക, അതിന് പിന്നെ മോളെടുത്ത് നടക്കുക. അവൾ ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് പണിയെടുക്കും. എല്ലാ ദിവസവും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ചെറിയൊരു മാറ്റമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും കൂടിയാണ് എല്ലാ പണിയും ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഏട്ടൻ നിന്ന് തരാത്തത് കൊണ്ട് എന്നെ മാത്രമേ നിങ്ങളിതിൽ കണ്ടിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.